ഒന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? ഇപ്പോ ഇടതു പ്രതിനിധിയോട് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ചാഴി എന്ന് പറയുന്ന പോട്ടെ, ഇത് പാൽപ്പായസം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടിരിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇടപെട്ടു പോകുന്നത്. രണ്ട്, ഇന്ന് വി.എൻ. വാസവൻ ദേവസ്വം ബോർഡിന്റെ മന്ത്രി പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നാട് മുഴുവൻ വെച്ച ഫ്ലെക്സിൽ വി.എൻ. വാസവന്റെയും ഈ പറയുന്ന പിണറായി വിജയന്റെ പടം വെച്ചത്? അയ്യപ്പന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം വെച്ചാൽ പോരെ? അതായത് വി.എൻ. വാസവന്റെ വാദം ഞങ്ങൾ കട്ടില്ല, വരുന്ന കള്ളന് വാതിൽ തുറന്നു കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഞാൻ കട്ടില്ല, ഞാനല്ല കള്ളൻ, കള്ളൻ വരുന്ന അറിഞ്ഞ് വാതിൽ തുറന്നു കൊടുത്തു, അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്ന കണക്കിനാണ്. വി.എൻ. വാസവൻ അടക്കമുള്ള നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി അടക്കം ഞാൻ വെല്ലുവിളിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആർജവം ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നുപോലും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. വി.എൻ. വാസവൻ പറയട്ടെ, ഇതാണ് അയ്യപ്പ സംഗമത്തിന്റെ ചിലവുകൾ, ഇതൊക്കെയാണ് വരവുകൾ, ഇത്രയൊക്കെയാണ് നഷ്ടം, ഇത്രയൊക്കെയാണ് ലാഭം എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. 10 സെക്കൻഡിൽ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം കൊടിമരവുമായി ബന്ധപ്പെട്ടാണല്ലോ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിട്ട് വിജിലൻസ്, നിങ്ങളുടെ വിജിലൻസ്, ആ വിജിലൻസ് നടത്തിയൊരു ക്വിക്ക് വെരിഫിക്കേഷൻ ഉണ്ട്. ആ ക്വിക്ക് വെരിഫിക്കേഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ഒരിടത്ത് പോലും അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരെയോ നിങ്ങൾ ഈ ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കൾ ഒരാളുടെ പോലും പേര് പറഞ്ഞിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം വെറുതെ ഇങ്ങനെ വായ്ത്താളം